പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ചിഞ്ചു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ കരിക്ക മണികണ്ഠൻ, ശ്രീ തമ്പാനൂർ സതീഷ്, മറ്റ് ഫോർട്ട് കൗൺസിലർ ശ്രീ ഹരി, ശ്രീ ശ്രീവരാഗം പാൽക്കുളങ്ങര വിജയൻ, ശ്രീ ശ്രീവരാഗം വിജയൻ, ശ്രീ സുരേഷ്, ഫോർട്ട് സുരേഷ് തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നേതാക്കന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. തിരുവനന്തപുരത്തിൻ്റെ മേയർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്ന സമയത്ത് അതിന് മുമ്പിൽ ഗുണ്ടകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിൽ കൗൺസിലർമാരും അവരെ ഒത്താശ ചെയ്യുന്ന ചില ഗുണ്ടകളും ചേർന്ന് അവിടെ വഴി തടസ്സപ്പെടുത്തുകയും കസേരയും അതോടൊപ്പം തന്നെ മറ്റ് സാധന സാമഗ്രികളും ഇട്ട് മേയറുടെ ഓഫീസിനകത്തേക്ക് കയറുന്നതിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈ തിരുവനന്തപുരം നഗരത്തിൽ മാതൃകാപരമായിട്ട് പ്രവർത്തനം നടത്തുന്ന മേയർക്ക് അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം നടത്താൻ തടസ്സം സൃഷ്ടിച്ചതിനെ അവിടുത്തെ മറ്റു കൗൺസിലർമാർ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. മാർക്സിസ്റ്റ് പാർട്ടി കുറച്ച് നാളുകളായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ കുടുംബ ഭരണം പോലെ വച്ചു നടത്തിയിരുന്ന തിരുവനന്തപുരം നഗരസഭയിൽ അവരുടെ വാടക കെട്ടിടങ്ങൾ 500 രൂപയ്ക്കും 700 രൂപയ്ക്കുമൊക്കെ VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ വാടകയ്ക്കെടുത്തിരുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ മറിച്ച് വിറ്റും മറിച്ച് വാടകയ്ക്ക് കൊടുത്തുമൊക്കെ ജീവിച്ചിരുന്ന കുറേ സഖാക്കന്മാർ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ചന്തകളും പാർക്കുകളും അതുപോലെ പാർക്കിംഗ് കേന്ദ്രങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ടെൻഡറിന് എന്ന പേരിൽ എടുത്ത് അത് മറിച്ചു നൽകി അതിൻ്റെ പേരിൽ കോടികൾ കൊള്ളയടിച്ചു കൊണ്ടിരുന്ന ഒരു സംഘമായിരുന്നു മാർക്സിസ്റ്റ് സംഘം. ആ മാർക്സിസ്റ്റ് സംഘത്തിന് ആ രീതിയിലുള്ള വരുമാനം മുഴുവൻ മുട്ടിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് കൊള്ളയടിച്ചു കൊണ്ടിരുന്ന കൊള്ള സംഘമായിട്ടുള്ള തിരുവനന്തപുരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ള സംഘത്തിന് വരുമാനം മുട്ടിയിരിക്കുകയാണ്. അവരുടെ ഗുണ്ടകളുടെ മുഴുവൻ തന്നെ ആഭാസങ്ങളും അഭ്യാസങ്ങളും നിർത്തിപ്പിക്കുവാൻ BJPയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചിരിക്കുന്നു. ഇതിനോടുള്ള വിഷമം, ഇതിനോടുള്ള വേവലാതി മാർക്സിസ്റ്റ് പാർട്ടി ഗുണ്ടകളെ രംഗത്തിറക്കി പ്രകടിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, തിരുവനന്തപുരം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർവ്വ അധികാരവും നഷ്ടപ്പെട്ട ഒരു നഗരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു MLA പോലുമില്ല. തിരുവനന്തപുരം നഗരത്തിൽ 45 വർഷമായിരുന്ന മേയർ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ ഡെപ്യൂട്ടി മേയർ ഇല്ല. തിരുവനന്തപുരം നഗരസഭയുടെ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലാത്തവരായിട്ട് മാറി. അങ്ങനെ സമ്പൂർണമായിട്ടും തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് മുക്ത നഗരമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ സർവ്വ അധികാര സ്ഥാനങ്ങളിലും കയറി ചടഞ്ഞുകൂടിയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ എല്ലാ അധികാര സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതിൻ്റെ ആ ഒരു വിഷമം, ആ ഒരു ദുഃഖം, ആ ഒരു ഉത്കണ്ഠ, അതിൻ്റെ പേരിലുള്ള വിഭ്രാന്തി മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഗുണ്ടകളെ ഇറക്കി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം അലങ്കോലമാക്കാമെന്ന് വ്യാമോഹത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: മാർക്സിസ്റ്റ് പാർട്ടിയെ എവിടെ തളയ്ക്കണം, എവിടെ തടുക്കണം, എവിടെ തകർക്കണം, എവിടെ നശിപ്പിക്കണമെന്ന് ഇന്ത്യയിൽ നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BJP എന്നാണ്. അത് പശ്ചിമ ബംഗാളിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ത്രിപുരയിലാണെങ്കിലും BJPക്ക് വിജയകരമായിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങളുടെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് സഖാക്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സഖാക്കന്മാർ അക്രമത്തിന്റെ പാത മാത്രമല്ല,
കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഞങ്ങളുടെ 20 കൗൺസിലർമാർ, ശരിയാണ്, ഹൈക്കോടതി പറഞ്ഞു കൗൺസിലർമാർ ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി ആ ഉത്തരവ് 1.5 മണിക്ക് സർട്ടിഫൈഡ് കോപ്പി, ഹൈക്കോടതി ഉത്തരവിന്റെ സർട്ടിഫൈഡ് കോപ്പി തിരുവനന്തപുരം നഗരസഭയ്ക്ക് കിട്ടിയത് 1.5 മണിക്കാണ്. 1.5 മണിക്ക് അത് കിട്ടി. കേവലം 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃത്യം 4 മണിക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കുന്ന, നിയമ സംവിധാനത്തെ അങ്ങേയറ്റം ആദരവോട് കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ കൃത്യം 4:30 മണിക്ക് തന്നെ 19 കൗൺസിലർമാരും പുതുതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിച്ചു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രതീക്ഷിച്ചതെന്താ? ഈ കേസും കൊണ്ട് ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു വലിയ വക്കീലിനെ കൊണ്ട് എറണാകുളത്ത് കേസ് നടത്തി BJPയുടെ VV രാജേഷ് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം നഗരസഭയെ ഈ ഒരു ഈർക്കിൽ കേസ് കാണിച്ച് അങ്ങ് തറയിലിട്ട് കളയാമെന്നുള്ള വ്യാമോഹത്തിലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. അതിന്റെ പേരിലാണ് ഇത്രയും ബഹളം വെച്ചത്. അതൊക്കെ ഇത്രത്തോളമേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിച്ചു. ഞങ്ങളുടെ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. അതോടുകൂടി ആ നിയമപ്രശ്നം അവിടെ തീർന്നിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എന്താ കരുതിയത്? ഈ ഹൈക്കോടതി മേയറെ തെരഞ്ഞെടുത്തത് അസാധുവാക്കും, അതോടൊപ്പം തന്നെ കൗൺസിലർമാർ ഇതുവരെ അവിടെ ഒപ്പിട്ട കൗൺസിലർമാർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കും. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ രാജിവെക്കേണ്ടി വരും, ഡെപ്യൂട്ടി മേയർ രാജിവെക്കേണ്ടി വരും. അതോടുകൂടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും കോൺഗ്രസ് പാർട്ടിക്കാരനും ചേർന്ന് ഇവിടുത്തെ നഗരസഭ വീണ്ടും ഭരിച്ചു കളയാമെന്നുള്ള ഒരു മോഹം, ആ മോഹങ്ങൾ അത് വെറുതെ എന്നറിയുമ്പോഴും വെറുതെ മോഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. അവന്റെ മോഹഭംഗം സംഭവിച്ചു. ആ മോഹഭംഗത്തിൽ നിന്ന് വന്നുള്ള വിഭ്രാന്തിയാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ V ജോയിയുടെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിന്റെ അസംബ്ലിക്കുള്ളിൽ എന്താണ് മാന്യമായ അസംബ്ലി പ്രവർത്തനമെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് നഗരസഭയിൽ കാണിച്ച ആ കോമാളിത്തം എന്ന് പറയുന്നത് ഈ വിഭ്രാന്തിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിയമം മൂലം വന്നാൽ നിയമം മൂലം നിങ്ങളെ നേരിടാൻ ഞങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ജനാധിപത്യ രീതിയിൽ നിങ്ങൾ വന്നാൽ ജനാധിപത്യ രീതിയിൽ നിങ്ങളെ നേരിടാൻ ഞങ്ങൾക്കറിയാം. ഭരണ നിർവഹണത്തിന്റെ മികവിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്താൽ അതിലും ഞങ്ങൾ ഒരുപടി മുമ്പിൽ തന്നെയായിരിക്കും. ഇനി ഇതൊന്നുമല്ല, സംഘടനാ രീതിയിൽ ഞങ്ങളെ നേരിടാൻ CPM-കാരൻ വന്നാൽ സംഘടനാ രീതിയിൽ തിരിച്ചു നേരിടുവാനും ഞങ്ങൾക്ക് കരുത്തുണ്ട്. ഇനി സംഘടനയല്ല, നിയമമല്ല, ഭരണ മികവല്ല, ഇനി സംഘർഷവും ശരീരത്തിന്റെ മിടുക്കും കൊണ്ട് ഞങ്ങളുടെ നേരെ വന്നാൽ അതിനെയും നേരിടാൻ ഞങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് എന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും ഉമ്മാക്കി കാണിച്ച്, ഓലപ്പാമ്പ് കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ വിരട്ടാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറെ വിരട്ടാൻ, ഡെപ്യൂട്ടി മേയറെ വിരട്ടാൻ, തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരെ വിരട്ടാൻ ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിട്ടില്ല, ഇനി ആകാനും പോകുന്നില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവനന്തപുരം നഗരസഭ വികസിത തിരുവനന്തപുരം എന്ന സ്വപ്നത്തിലേക്ക് ഈ നഗരസഭയിലുള്ള 10 ലക്ഷത്തിൽ പരം വരുന്ന ജനതയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള വലിയ ഒരു ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി നേരിട്ട് വന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള എല്ലാ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മാർഗനിർദ്ദേശപ്രകാരം വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക്. ഇവിടുത്തെ കോൺഗ്രസുകാർ അവർക്ക് രഹസ്യമായിട്ടുള്ള പിന്തുണ നൽകുകയാണ്. ഇന്ന് മേയറെ ആക്രമിച്ച സംഘം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇവിടത്തെ ED ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച സംഘമാണ്. ഇന്ന് തിരുവനന്തപുരത്തെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ആക്രമിച്ച സംഘം എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഈ 2 സംഘവും അന്ന് ED ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ചവരും ഇന്ന് മേയറെയും ഡെപ്യൂട്ടി മേയറെയും ആക്രമിച്ചവരെയും നോക്കി നിൽക്കുന്ന ഒരുമാതിരി നോക്കുകൂലി വാങ്ങുന്ന നാണംകെട്ട പോലീസുകാരായിട്ട് ഈ തിരുവനന്തപുരത്തെ പോലീസുകാർ മാറി. ED ആക്രമിക്കുന്ന സമയത്ത് പോലീസുകാരൻ അപ്പുറത്ത് നോക്കുകൂലി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മേയറെ ആക്രമിക്കുന്ന സമയത്തും പോലീസുകാരൻ നോക്കുകൂലി വാങ്ങുകയാണ്.
പിണറായി വിജയൻ ഭരിച്ചാലും വി.ഡി. സതീശൻ ഭരിച്ചാലും ഇവിടത്തെ പോലീസ് കഴുപ്പണം കെട്ട പോലീസാണ് എന്നുള്ള കാര്യം ഇതാ വ്യക്തമായിരിക്കുകയാണ്. ഈ പോലീസുകാരന്റെ പണി എന്താണ്? മേയറുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് തടസ്സം സൃഷ്ടിച്ചാൽ അവന് സല്യൂട്ട് അടിച്ചു നിൽക്കുകയല്ലോ ഇവിടത്തെ പോലീസിന്റെ ഉത്തരവാദിത്വം. ഇവിടെ വി.ഡി. സതീശൻ ഇവിടത്തെ പോലീസിനെ വി.ഡി. സതീശനും ഇവിടത്തെ രമേശ് ചെന്നിത്തലയും ഇവിടത്തെ പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും മാർക്സിസ്റ്റ് ഗുണ്ടകളാണോ ഇവിടത്തെ പോലീസിന് നേതൃത്വം നൽകുന്നത് എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയുണ്ടായ ആക്രമണവും ഇന്ന് മേയർക്കെതിരെയുള്ള ആക്രമണവും കാണുന്ന സമയത്ത് തിരുവനന്തപുരത്തെ സാധാരണ പൗരാവലി ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. ഇന്നും മാർക്സിസ്റ്റ് ഗുണ്ടകളാണ് ഈ തിരുവനന്തപുരത്തെ പോലീസിന് നേതൃത്വം നൽകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇവിടത്തെ പോലീസിനും ശക്തമായിട്ടുള്ള താക്കീത് നൽകുകയാണ്. ഈ തിരുവനന്തപുരത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ, ഈ തിരുവനന്തപുരത്തിന്റെ ശാന്തി നശിപ്പിക്കാൻ, വികസിത തിരുവനന്തപുരം എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നത്തിന് വിലങ്ങ് തടിയിടാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കില്ല. ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും തിരുവനന്തപുരത്തിന്റെ വികസനം, തിരുവനന്തപുരത്തിന്റെ വിജയം, തിരുവനന്തപുരത്തിന്റെ അഭ്യുന്നതി അത് സാക്ഷാത്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം നഗരസഭാ ഭരണവും പ്രതിജ്ഞാബദ്ധമാണെന്നും അതിൽ നിന്ന് പിന്തിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നും ഞങ്ങളുടെ മേയർക്ക് നേരെയും ഞങ്ങളുടെ കൗൺസിലർമാർക്ക് നേരെയും നീങ്ങിയ ആൾക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടെ ആരുടെയും ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഞങ്ങൾക്കറിയാം. ആ രീതിയിൽ കൈകാര്യം ചെയ്യാനും ഞങ്ങൾ മടിക്കില്ല എന്ന് ഇവിടുത്തെ ഗുണ്ടാ തലവന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞത് സമാധാനത്തോടുകൂടി പ്രതിഷേധിക്കണമെന്നാണ്. അതാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഇന്ന് ഈ തിരുവനന്തപുരത്ത് പാലിച്ചിട്ടുള്ളത്. ആ സമാധാനം ഇവിടെ നാടിനോടുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങൾ കാണിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ പോലെ ഗുണ്ടായിസം കാണിച്ച് നാടിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സംസ്കാരം BJP-യുടേതല്ല. അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തോടുകൂടി ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം നടത്തി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള വിവേകവും പക്വതയും ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും പോലീസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ.